പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി കാരാട്ട് തൊടി റഷീദിന് 2 വയസ്സു പ്രായമുള്ള മൂരിക്കുട്ടിയാണ് ചത്തത്. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. താനെഴുതിയ സർഗപ്രപഞ്ചം എന്ന പുസ്തകം മഹൽ ഭാരവാഹികൾക്ക് സമ്മാനിച്ചു. പറവൂർ EMS സാംസ്കാരിക പഠന കേന്ദ്രം നടത്തിയ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരുവനന്തപുരം സാഹിതി അവതരിപ്പിച്ച മുച്ചീട്ടുകളിക്കാരന്റെ മകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. വെളിച്ചം മികച്ച 2ാമത്തെ നാടകം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി കാരാട്ട് തൊടി റഷീദിന്റെ 2 വയസ്സു പ്രായമുള്ള മൂരിക്കുട്ടിയാണ് ചത്തത്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൂരിക്കുട്ടിയെ പിടികൂടിയത് പുലിയാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാവിലെ തോട്ടം തൊഴിലാളികളാണ് മൂരിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. കുണ്ടായി എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് മൂരിക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്ന നിലയിൽ കണ്ടത്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൂരിക്കുട്ടിയെ പിടികൂടിയത് പുലിയാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. മൂരിക്കുട്ടിയുടെ ശരീരഭാഗം പുലി ഭക്ഷിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മാസങ്ങളായി ഈ പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് പതിവായിരിക്കുകയാണ്. 2 ആഴ്ച മുൻപ് മുപ്ലി പ്രദേശത്ത് വീട്ടുമുറ്റത്ത് പുലിയിറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരുന്നു. നിരന്തരം പുലിയിറങ്ങിയ പ്രദേശത്ത് ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, വരന്തരപ്പള്ളി. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. പുരാതനമായ മസ്ജിദിന്റെ അകത്തളങ്ങൾ വീക്ഷിച്ച അദ്ദേഹം താനെഴുതിയ സർഗപ്രപഞ്ചം എന്ന പുസ്തകം മഹൽ ഭാരവാഹികൾക്ക് സമ്മാനിച്ചു. ചേരമാൻ മഹൽ ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, പ്രസിഡന്റ് NA റഫീഖ് തുടങ്ങിയവർ ഗവർണറെ സ്വീകരിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് കൊടുങ്ങല്ലൂരിലെ ആരാധനാലയങ്ങൾ സന്ദർശിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രം, ചേരമാൻ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളാണ് ഗവർണർ സന്ദർശിച്ചത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെത്തിയ ഗവർണറെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, മാനേജർ K വിനോദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വിവിധ പുഷ്പാഞ്ജലികൾ, നെയ്പായസ നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾക്ക് ശേഷം ഗവർണർ മടങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് എത്തിയ ഗവർണറെ ചേരമാൻ മഹൽ ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, മഹൽ പ്രസിഡന്റ് NA റഫീഖ്, സെക്രട്ടറി CY സലീം, ട്രഷറർ VA ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ് ബഷീർ, ജോയിന്റ് സെക്രട്ടറി PI ബഷീർ, കമ്മിറ്റി അംഗങ്ങളായ AK നവാസ്, നൌഷാദ് അറക്കൽ, MM സീനിയർ, TA ഹൈദരാലി, അഡ്മിനിസ്ട്രേറ്റർ VS സുനൈസ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. താനെഴുതിയ സർഗപ്രപഞ്ചം എന്ന പുസ്തകം ഗവർണർ മഹൽ ഭാരവാഹികൾക്ക് സമ്മാനിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പറവൂർ MES സാംസ്കാരിക പഠന കേന്ദ്രം നടത്തിയ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരുവനന്തപുരം സാഹിതി അവതരിപ്പിച്ച മുച്ചീട്ടുകളിക്കാരന്റെ മകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് സങ്കീർത്തനം അവതരിപ്പിച്ച വെളിച്ചമാണ് മികച്ച 2ാമത്തെ നാടകം. ജൂറി ചെയർമാൻ മുരുകൻ, ജൂറി അംഗങ്ങളായ മണിയപ്പൻ, ആറന്മുള, CC കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് പ്രഖ്യാപനം നടത്തിയത്. പറവൂർ EMS സാംസ്കാരിക പഠന കേന്ദ്രം നടത്തിയ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരുവനന്തപുരം സാഹിതി അവതരിപ്പിച്ച മുച്ചീട്ടുകളിക്കാരന്റെ മകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച 2ാമത്തെ നാടകം കോഴിക്കോട് സങ്കീർത്തനം അവതരിപ്പിച്ച വെളിച്ചം തെരഞ്ഞെടുക്കപ്പെട്ടു. ശൂരനാട് ശശിയാണ് മികച്ച നടൻ. നാടകം ഉത്തമന്റെ സങ്കീർത്തനം. മികച്ച 2ാമത്തെ നടൻ ആലപ്പി പൊന്നപ്പൻ. നാടകം കല്യാണം. മികച്ച നടി ജയലക്ഷ്മി. നാടകം വെളിച്ചം. മികച്ച 2ാമത്തെ നടി ഷിജി K അജയൻ. നാടകം വെളിച്ചം. മികച്ച നാടകരചന ഹേമന്ത് കുമാർ. നാടകം വെളിച്ചം. മികച്ച 2ാമത്തെ രചന ശ്രീകുമാർ മാരാത്ത്. നാടകം സ്വന്തം നാമധേയത്തിൽ. മികച്ച സംവിധാനം രാജേഷ് ഇരുളം. ദീപസംവിധാനം മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, തിരുവനന്തപുരം സാഹിതി. മികച്ച 2ാമത്തെ സംവിധാനം രാജീവൻ മമ്മിളി. ഗാനരചന ചെമ്പഴന്തി ചന്ദ്രബാബു. നാടകം കലുങ്ക്. സംഗീതം അനിൽ മാള. വിവിധ നാടകങ്ങൾ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ. രംഗപടം വിജയൻ കടമ്പേരി. നാടകം കല്യാണം. സ്പെഷ്യൽ ജൂറി അവാർഡ് അഭിനവ് ഒഞ്ചിയം. നാടകം തത്ത. പശ്ചാത്തല സംഗീതം നാടകം മുച്ചീട്ടുകളിക്കാരന്റെ മകൾ. മികച്ച രംഗപടം നാടകം വെളിച്ചം. കോഴിക്കോട് സങ്കീർത്തനം എന്നിങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്.
ജൂറി ചെയർമാൻ മുരുകൻ, ജൂറി അംഗങ്ങളായ മണിയപ്പൻ ആറന്മുള, CC കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് നാടക മത്സരത്തിൽ പ്രഖ്യാപനം നടത്തിയത്. മീഡിയ ടൈം, പറവൂർ. കൊടകര സഹൃദയ കോളേജ് വിദ്യാർത്ഥികൾ സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തിയുടെ ഭാഗമായി തൃശൂർ സ്വരാജ് റൗണ്ടിൽ സൈക്കിൾ റാലിയും വോക്കത്തണും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വോക്കത്തൺ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തേക്കിൻകാട് തെക്കേ ഗോപുരനടയിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത വാക്കത്തൺ സ്വരാജ് റൗണ്ട് ചുറ്റി സമാപിച്ചു. തൃശൂർ എക്സൈസ് കമ്മീഷണർ PK സതീഷ് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലഹരി വിരുദ്ധ ക്ലബ്ബായ നേർക്കൂട്ടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സഹൃദയ മാനേജർ ബിൽസൺ ഈരത്തറ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ മാനേജ്മെന്റ് ഫെസ്റ്റ് മെറാക്കി 2024 ഈ വർഷത്തെ തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഈ മാസം 24, 25 തീയതികളിലാണ് ഫെസ്റ്റ്. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലഹരി വിരുദ്ധ ക്ലബ്ബായ നേർക്കൂട്ടം കമ്മിറ്റിയും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ ലഹരി വിരുദ്ധ കമ്മിറ്റിയും തൃശൂർ ഡെക്കാത്തലോൺ സൈക്കിൾ ക്ലബ്ബും സംയുക്തമായിട്ടാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തൃശൂർ സ്വരാജ് റൗണ്ടിൽ സംഘടിപ്പിച്ചത്. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി KL എന്നിവർ പ്രസംഗിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമടക്കം 200ഓളം പേർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടകര. ഇനി നാട്ടിൽ നടന്നത്. പുത്തൻചിറ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പശനിർമ്മാണ യൂണിറ്റിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ച യൂറിയ കൃഷിവകുപ്പ് അധികൃതർ പിടിച്ചെടുത്തു. പുത്തൻചിറ തങ്കപ്പൂനഗറിൽ പ്രവർത്തിക്കുന്ന പത്മിനി ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 25.35 ടൺ സബ്സിഡൈസ്ഡ് യൂറിയ കണ്ടെത്തിയത്. അഗ്രികൾച്ചറൽ ക്വാളിറ്റി കൺട്രോളർ അസിസ്റ്റന്റ് ഡയറക്ടർ AJ വിവൻസി, ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു ഭാസ്കൻ, പുത്തൻചിറ കൃഷി ഓഫീസർ MT രേഷ്മ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ TV വിജു, കൃഷി അസിസ്റ്റന്റ് MS ചിക്കു എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. സർഫാസി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ കൊടുങ്ങല്ലൂർ മാള ഏരിയ കമ്മിറ്റി രൂപീകരണ യോഗം കൊടുങ്ങല്ലൂരിൽ നടന്നു. VD ജെന്നി ഉദ്ഘാടനം ചെയ്തു. TA ഗഫൂർ അധ്യക്ഷത വഹിച്ചു. KA രമേശൻ, PA കുട്ടപ്പൻ, KV ബാബു, സുരേഷ്, വിനോദ്, സ്മിഷ, ശിവൻ, മണി, സോജൻ, KN, ജോസ്, ലേഖ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് SYSSF പുത്തൻചിറ മേഖല മിലാദ് സംഗമം നടന്നു. SYS സാന്ത്വനം ചെയർമാൻ ഡോക്ടർ അബ്ദുൽ സലാം മുസ്ലിയാർ ദേവർശാല ഉദ്ഘാടനം ചെയ്തു. PH സുലൈമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. കൂറ്റമ്പാറ ഉസ്താദ് പ്രഭാഷണം നടത്തി. അബൂബക്കർ സഖാഫി, അയൂബ് അറക്കൽ, ബായർ തങ്ങൾ, KS ശിഹാബ് സഖാഫി, റാഫിദ്, നാഹിൽ അസ്ഗനി, മുഹമ്മദ് റാഫി, അദ്നാൻ അദനി, KK മനാഫ് എന്നിവർ സംസാരിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ, ജനസേവാ സമിതി ട്രസ്റ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വുമൺ ഓൺ വീൽസ് സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി 50 വനിതകൾക്ക് 50% സാമ്പത്തിക സഹായത്തോടെ 1ാം ഘട്ടം 2-വീലർ വിതരണം ചെയ്തു. CSR ഫണ്ട്, ബൾക്ക് പർച്ചേസ് റിഡക്ഷൻ, ഡൊണേഷൻ എന്ന വഴികളിലൂടെയാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ സഹായം നൽകുന്നത്. കൂനമ്മാവ് ചാവറയിൽ നടന്ന ചടങ്ങിൽ തൃക്കാക്കര MLA ഉമാ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ജോബി കോഴിക്കോട്ട് അധ്യക്ഷനായി. ജനസേവാ സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി CG മേരി പദ്ധതി വിശദീകരണം നടത്തി. റിട്ടയേർഡ് RTO PP ബാബു റോഡ് സേഫ്റ്റിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് KA ലൈജു, PG അൽഫോൺസ, ബെന്നി പുരുശ്ശേരി എന്നിവർ സംസാരിച്ചു. TKS പുരം NSS കരയോഗം വാർഷികവും കുടുംബസംഗമവും അനുമോദന സദസ്സും നടന്നു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് C രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ MBBS പ്രവേശനം നേടിയ കുമാരി മാളവിക, BHMS പ്രവേശനം നേടിയ ഗോപിക എന്നിവരെ അനുമോദിച്ചു. നഗരസഭാ കൗൺസിലർമാർ മാധവൻ കിളിക്കോട്ട്, പ്രേം സുന്ദർ, പുഷ്പകല വേണുരാജ്, ശ്രീരാജ്, സുധാകരൻ എന്നിവർ സംസാരിച്ചു. സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ ഓർമ്മദിനത്തിൽ കൊടകരയിലെ സ്നേഹ മ്യൂസിയത്തിൽ ബാബുരാജ് സംഗീത സന്ധ്യ അരങ്ങേറി. എഴുത്തുകാരൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് ഗായകരായ ശശി മേനോൻ, വർഗീസ് ജോൺ, ശ്രീനി പാലക്കൽ, യദു, രേഖ, നവനീത എന്നിവർ ബാബുരാജിന്റെ സ്നേഹസുലഭിലമായ സിനിമാ ഗാനങ്ങൾ ആലപിച്ചു. സ്നേഹം, സൗഹൃദം, വിരഹം തുടങ്ങിയ വികാരങ്ങൾ ശ്രോതാക്കളിൽ ആഴത്തിലുള്ള ഗൃഹാതുര സ്മരണകൾ ഉണർത്തിയ സംഗീത അനുഭവമായി ബാബുരാജ് സംഗീത സന്ധ്യ.
കൊടകര സഹൃദയ കോളേജ് നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വേൾഡ് ആനിമൽ വെൽഫെയർ ഡേ ആചരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ചടങ്ങിൽ പ്രാവുകളെ പറത്തിവിട്ടുകൊണ്ട് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചിങ്ങിനിയാടൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, നേച്ചർ ക്ലബ് ഭാരവാഹികളും അധ്യാപകരുമായ ഡോക്ടർ ജഷ്മ, മിസ് റോസലിൻഡ് മാഞ്ഞൂരാൻ, വിദ്യാർത്ഥി പ്രതിനിധികൾ, ക്ലബ് അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അരി വിതരണത്തിലെ അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഓണത്തിന് ബാങ്കിൽ നിന്നും വിതരണം ചെയ്ത അരി കേടായതും കാലാവധി തീയതി കഴിഞ്ഞതുമാണെന്ന് സമരക്കാർ ആരോപിച്ചു. ബാങ്കിന് മുന്നിൽ കഞ്ഞിവെച്ച് നടത്തിയ സമരം LDF മണ്ഡലം കൺവീനർ KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. RJD സംസ്ഥാന സെക്രട്ടറി യൂജൻ മൊറേലി അധ്യക്ഷനായി. ജനീഷ് P ജോസ്, MV ഗംഗാധരൻ, ഡെന്നിസ് K ആന്റണി, CK സഹജൻ, ജോർജ് V ഐനിക്കൽ, PM വിജയൻ എന്നിവർ സംസാരിച്ചു. കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ കൊരട്ടിമുത്തിയുടെ തിരുനാൾ ശനി ഞായർ തീയതികളിൽ ആഘോഷിക്കും. ബുധനാഴ്ച വൈകിട്ട് 4-ന് തിരുനാളിന് കൊടിയേറും. വെള്ളി വൈകിട്ട് 5-ന് ഇടവക ജനങ്ങളുടെ പൂവൻകുല സമർപ്പണം നടക്കും. തിരുനാൾ ദിനമായ ഞായർ പകൽ 10:30 തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ റോക്കി കൊല്ലംകുടി തിരുനാൾ സന്ദേശം നൽകും. 1:30 തമിഴ് ദിവ്യബലി, 2:30 ദിവ്യബലിയെ തുടർന്ന് 4 അങ്ങാടി ചുറ്റി പ്രദക്ഷിണം, 4:30, 7:30 എന്നീ സമയങ്ങളിൽ ദിവ്യബലി ഉണ്ടാകും. രാത്രി 9:30 ദിവ്യബലിയെ തുടർന്ന് രൂപം അകത്തേക്ക് കയറ്റിവയ്ക്കൽ. 19, 20 തീയതികളിൽ 8-ാം ഇടവും 26, 27 തീയതികളിൽ 15-ാം ഇടവും ആഘോഷിക്കും. കാടുകുറ്റി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ധീര ജവാന്മാരെയും SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷയായി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, ബീന രവീന്ദ്രൻ, KN രാജേഷ്, മോളി തോമസ്, അശ്വതി മഹേഷ്, ഹാഷിം സാബു, ഡെയ്സി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി കാരാട്ട് തൊടി റഷീദിന് 2 വയസ്സ് പ്രായമുള്ള മൂരിക്കുട്ടിയാണ് ചത്തത്. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. താൻ എഴുതിയ സർഗപ്രപഞ്ചം എന്ന പുസ്തകം മഹൽ ഭാരവാഹികൾക്ക് സമ്മാനിച്ചു. പറവൂർ EMS സാംസ്കാരിക പഠന കേന്ദ്രം നടത്തിയ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരുവനന്തപുരം സാഹിതി അവതരിപ്പിച്ച മുച്ചീട്ട് കളിക്കാരന്റെ മകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. വെളിച്ചം മികച്ച 2ാമത്തെ നാടകം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.